നമസ്കാരം ഫ്രണ്ട്സ്, NH66 പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുറവൂർ മുതൽ എക്സ്റേ ജംഗ്ഷൻ വരെയാണ്. കഴിഞ്ഞ പാർട്ട് നമ്മൾ തുറവൂർ വെച്ചിട്ടാണ് നടത്തിയത്. നമ്മുടെ കേരളത്തിലെ NH66 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് തുറവൂർ ടൗണാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വർക്ക് തുടങ്ങിയ ഭാഗം മുതൽ കാണാം. അത്രയും ഭാഗം ഞാനൊന്ന് സ്പീഡാക്കി വിടുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ തുറവൂർ കഴിഞ്ഞ് മുന്നോട്ടെത്തിയപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കണ്ട സ്ഥലമല്ല ഇപ്പോഴും കാണുന്നത്. അതുപോലെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ഈ മഴ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നത്. അതായത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. അടിപൊളി. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് നോക്കണം. സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. മുത്തൂറ്റ് ഫിൻകോർപ്പ്. അയ്യോ, ഇവിടെ നിന്ന് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെയും വർക്ക് സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഡൈവേഷൻസാണ് ഇവിടെ വച്ചിട്ടുള്ളത് അവർ. പക്ഷേ സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഔഷധശാല. ഈ സ്ഥലം പട്ടണക്കാടാണ് കേട്ടോ. പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, പട്ടണക്കാട്. അപ്പോൾ പട്ടണക്കാട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ സൈഡ് വോളിൻ്റെ കോൺക്രീറ്റൊക്കെ തുടങ്ങി. ഇവിടെയും ഫാസ്റ്റ് തന്നെയാണ് വർക്ക്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ആയിട്ടും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് പട്ടണക്കാട് കഴിഞ്ഞ് കാണാൻ പറ്റുന്നത് ഈ 2 സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. നിലവിൽ ഈ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് മറ്റ് സ്ഥലത്തെ അപേക്ഷിച്ച് ഇവിടെ വലിയ വർക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് നോക്കട്ടെ. വയലാർ. ഇത് വയലാർ ജംഗ്ഷനാണ് കേട്ടോ. വയലാർ ജംഗ്ഷനിൽ, അതായത് ടൗണാണ്, വയലാർ ടൗണാണ്. വയലാർ ടൗണിലും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി സ്ഥലം മുന്നേ ഏറ്റെടുത്ത സ്ഥലമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് വീതിയിൽ ഇവിടെ സ്ഥലമുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ കടകളൊക്കെ പൊളിച്ചു മാറ്റിയതായിട്ടൊക്കെ കാണാം. ഇവിടെ അങ്ങനെ ഒരു കാഴ്ചയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 2 സൈഡിലെ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് ഈ ഒരു ഇട സൈഡിൽ കഴിഞ്ഞതായിട്ട് കാണാം, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ വയലാർ കഴിഞ്ഞ് ഇവിടെ നിന്ന് 27 കിലോമീറ്ററാണ് ആലപ്പുഴയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഡ്രൈനേജ് ചാലിൻ്റെ വർക്കൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ സൈഡിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലത് സൈഡിലും അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയതായിട്ട് കാണാം. ഇവിടെ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വോളിൻ്റെ വർക്ക് കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിലും അങ്ങനെ തന്നെയാണ്. വലത് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കണ്ട പോലെ അല്ല കേട്ടോ, നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ച അങ്ങനെ തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാലം വർക്കാണ്. പാലം വർക്ക് റൈറ്റ് സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പയലിംഗ് വർക്കൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തങ്കി ജംഗ്ഷൻ എന്നാണ്. തങ്കി. ഞാനിവിടെ ഒരു ബോർഡ് വായിച്ചതാണ്. അപ്പോൾ തങ്കി ജംഗ്ഷനിൽ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു അരൂർ ഭാഗത്ത്, അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഭാഗത്ത് കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. ഇവിടെ ചെറുതായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഓൾറെഡി നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് തങ്കി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ വർക്ക് തുടങ്ങി കഴിഞ്ഞു. കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. ഇത് ഒറ്റപ്പുന്ന എന്ന സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ കാണുന്ന ഒറ്റപ്പുന്നയിൽ 2 സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞു. ഇവിടെ സൈഡിൽ മണ്ണ് ഇടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ 1 സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഒറ്റപ്പുന്ന ടൗൺ കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഒരു കാഴ്ചയാണ്. ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് വാളിൽ വെക്കുന്ന സൈഡ് വാൾ നിർമ്മാണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് പീസ് അവിടെ ഇറക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചേർത്തല ടൗൺ ആണെന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ എത്താൻ പോണ സ്ഥലം. അപ്പോൾ ഇവിടെ സൈഡിൽ ഓൾറെഡി വർക്ക് തുടങ്ങിയതാണ് കേട്ടോ. നല്ല ലെവലിൽ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. മഴ പെയ്തപ്പോൾ തൽക്കാലം വർക്ക് നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ സൈഡിലെ മണ്ണ് ഇടിച്ചു മാറ്റി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തിട്ടുണ്ട്. മഴ വെള്ളം കെട്ടി നിൽക്കുന്ന കൂടെ കാണാം. ഈ ഒരു സ്ഥലത്തിൻ്റെ ബോർഡൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. ഏതോ ഒരു ചെറിയൊരു ജംഗ്ഷനാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു കടയുണ്ട്, നോക്കാം. ഇത് ഒരു ശ്രീ മുത്താരമ്മൻ ടെമ്പിൾ ദേവസ്ഥാനം. സ്ഥലം നോക്കട്ടെ. വിരാട്. ഇത് ചേർത്തല എന്നാണ് എഴുതിയിട്ടുള്ളത്. ചേർത്തല എന്നാണ് ആ ബോർഡിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ
വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കണ്ട പോലെയല്ല, വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അതുപോലെ ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. 2 സൈഡിലും തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ സൈഡ് വോളിൻ്റെ നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ, കോൺക്രീറ്റ് പീസൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് 2 സൈഡിലും. ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നു. 2 മാസം മുമ്പ് കണ്ട പോലെ അല്ല കേട്ടോ, അടിപൊളിയായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 2 സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. ഇവിടെ മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ ലെവലിംഗ് ഒക്കെ തുടങ്ങിയതാണ്. പക്ഷേ മഴയായതുകൊണ്ട് ഇവിടെ വർക്ക് നിർത്തി വെച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തും ഇങ്ങനെയാണ്. ഇത് എക്സ്റേ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം. ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് എക്സ്റേ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ എക്സ്റേ ജംഗ്ഷൻ മുതൽ കലവൂർ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ NH66 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.